समय के लिए प्रभु को धन्यवाद देता हूँ। എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പ്രദേശ ക്രിസ്തു നാമത്തിൽ സ്നേഹം मैं सबको प्रभु यीशु मसीह के नाम से स्नेह देते हैं। പ്രൈസ് ദി ലോർഡ്. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथों को उठा के प्रभु को धन्यवाद दें। രണ്ടാഴ്ച നമ്മുടെ കർത്താദാസൻ നമ്മുടെ നടുവിൽ ആരോഗ്യത്തോടെ പെടുത്തോടെ സ്വർഗ്ഗത്തോടെ നമ്മുടെ നടുവിൽ കർത്താവ് കൊണ്ടുപോകുന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. 2 सप्ताह पहले प्रभु दास हमारे बीच में नहीं थे, लेकिन वो हल्ले प्रभु चंगाई के साथ लेके आए, इसलिए प्रभु को धन्यवाद करें। പ്രൈസ് ദി ലോർഡ്. പല അതിഥികളും നമ്മുടെ നടുവിലുണ്ട്. ബാലാജിയുടെ റിലേറ്റീവ്സ് കുറച്ച് പേരുണ്ട്, അല്ലാതെ പലരുണ്ട്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹം. नए तौर से कई लोग आए हैं, भाई वाले बच्ची के कई रिश्तेदार आए। आप सबको यीशु के नाम से हम स्नेह वंदन देते हैं। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കേട്ട് കർത്താവ് മറുപടി തന്നില്ല എന്നുള്ള മുഖത്തോടെ പലരും ഇരിക്കുന്നത്. कई लोग हमारी प्रार्थना को जवाब नहीं मिला सोच के बैठते हैं। പലതും ഇനി ബാക്കി ഇനി അത് എപ്പം കിട്ടും എന്നുള്ള ഒരു പ്രതീതി മുഖത്ത് കാണാൻ സാധിക്കും. कई लोग को ऐसा लगता है हमारा उत्तर नहीं मिला, कभी मिलेगा। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। പണ്ടൊരു കുഞ്ഞ് ഒരു ചെറിയ പെട്ടിക്കടയിൽ പോകാനിടയായിരുന്നു. एक बच्चा एक बार एक टपरी पे गया, അപ്പൊ അവനവിടെ നിന്നിട്ട് 2 രൂപ കൊടുത്തിട്ട് ആ കടക്കാരനോട് പറഞ്ഞു, എനിക്ക് മിഠായി തരണം എന്ന് പറഞ്ഞു. 2 रुपए देके बोला कि मुझे गोली दे दो। അപ്പോഴത്തേന് ആ കടക്കാരൻ പറഞ്ഞു, മോനെ നീ ആ ഭരണി തുറന്നിട്ട് വാരി എടുത്തോളാൻ പറഞ്ഞു. अगले दुकानदार ने बोला भरनी खोल के आप तो ले ले। അപ്പോഴത്തേന് ആ മോൻ പറഞ്ഞു, उसने बोला വേണ്ട नहीं, അങ്കിളി ഞാൻ എടുത്തോളാം. आप दे दो। അല്ല മോൻ എടുത്തോ, മോൻ ഇഷ്ടം പോലെ വാരി എടുത്തോളാം പറഞ്ഞു. अगले उसने बोला कि तो इनको जितना चाहिए ले लो। അങ്ങനെ വേണ്ട. उसने बोला ऐसे नहीं। അവൻ വീണ്ടും വീണ്ടും നിൽക്കുക. वहाँ पे खड़ा है, അങ്കിള് തന്നാ മതി എന്ന് പറഞ്ഞു. अंकल आप दो। അവസാനം അദ്ദേഹം തോറ്റിട്ട് ആ ഭരണി തുറന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് ഒരു കുത്തു മിഠായി വാരി അവന്റെ കൈ കൊണ്ട് കൊടുത്തു. अगले उन्होंने भरनी खोल कर उनका हाथ भर कर मेरे टॉफी उसके हाथ में दी। അവന്റെ കയ്യിൽ അത് ഒതുങ്ങാത്തോണ്ട് ഈ ഷർട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തു. अगले उसके हाथ में वो पुड़ता नहीं था, इसलिए उसने अपना शर्ट आगे करके दिखाया। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। ഈ വെയിറ്റിംഗ് ആണ് നമ്മളും. ऐसे अवस्था है हमारा। പല ചോദ്യത്തിനും പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കാത്തതിന്റെ കാരണം ഹല്ലേലൂയ അവൻ അമർത്തി കുലുക്കി തരുന്ന ഒരു സമയമുണ്ട്. क्या लोग को कई चीजों को उत्तर नहीं मिलने का कारण है प्रभु हमें हिला हिला के दबा दबा के देने के लिए समय रखा है। നമ്മൾ ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തം പരമായി നൽകി തരുന്ന ഒരു പിതാവിനെ നമ്മൾ ആരാധിക്കുന്നു. सोचने से और मांगने से बढ़कर प्रभु हमें देता है। എല്ലാ ഹൃദയത്തിന്റെയും ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. प्रत्येक व्यक्ति की जीवन के सारे जरूरतों को जानने वाला एक ഇന്ന് परमेश्वर। പകൽക്കാലം അവന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. आज परमेश्वर की उपस्थिति हमारे बीच है। കരങ്ങൾ ഉയർത്തി കർത്താവിനെ अपने സ്തുതിച്ചാട്ടെ. हाथों को उठा के प्रभु को धन्यवाद। ഹല്ലേലൂയ. हालेलुया। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാമത്തെ വാക്യം. लूका 11 अध्याय उसके 35 वचन। इसलिए चौकस रहना कि जो उजियाला तुझ में है वह अंधेरा न हो जाए। ആമേൻ. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. आंखों को बंद करें प्रार्थना। പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ദൈവവചനത്തിന്റെ കർത്താവ് ശുശ്രൂഷയുടെ അടിയിലേക്ക് വരുന്നു. കർത്താവിന്റെ കൃപയും സാന്നിധ്യവും കൂടിയിരിക്കണമേ. ശുശ്രൂഷിപ്പാനുള്ള ദാസനോട് ബലപ്പെടുത്തണമേ. കേൾക്കുന്ന ജനത്തിന് വിടുതലും അനുഗ്രഹമായി ചെയ്യുവാൻ ഇതിന്റെ കൃപ കൂടിയിരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക. इसीलिए अपने अंदर होते हुए उजाला अंधेरा न होते हुए संभाल। ഹല്ലേലൂയ. हालेलुया। നമ്മളിൽ ഒരു വെളിച്ചമുണ്ട്. हमारे अंदर प्रभु ने ज्योति रखा है। അത് നമ്മൾ കത്തിച്ച വെളിച്ചമല്ല, वो हमने नहीं जलाया, നമ്മുടെ കർത്താവായ യേശു കത്തിച്ച വെളിച്ചമാണ്. हमारे प्रभु यीशु मसीह ने जलाया। ആ വെളിച്ചം ഇരുളാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാ. वो उजाले को संभाल के रखना हमारा काम है। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। ഹല്ലേലൂയ. हालेलुया। പണ്ട് നമ്മൾ അന്ധകാരത്തിലായിരുന്നു. पहले हम अंधकार में थे। ഒന്ന് പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. पहला पत्रस 2:9 में इस प्रकार देखते हैं। तुम पहले तो कुछ भी नहीं थे, पर अब परमेश्वर की प्रजा हो। तुम पर दया हुई है, पर अब तुम पर दया नहीं हुई थी, पर अब तुम पर दया हुई है। ഒന്ന് പത്രോസ് 2:9. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് पहले तुमको अंधकार से अपने अद्भुत ज्योति में, നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം जिसने बुलाया उसके हालेलुया गुणों का वर्णन करने के लिए, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും चुना हुआ वंश, രാജകീയ പുരോഹിത വർഗവും राजपदधारी याजकों का समाज, വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. पवित्र लोग और उसके नीच प्रजा। ക്രിസ്തുവിനെ അറിയാത്ത കാലഘട്ടത്തിൽ നമ്മൾ അന്ധകാരത്തിലായിരുന്നു. मसीह को जब नहीं जानते तब वे अंधकार में थे। ക്രിസ്തുവിനെ എപ്പോൾ നമ്മൾ അറിഞ്ഞു, സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, ആ സമയത്ത് അന്ധകാരത്തിൽ നിന്നും ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ जब हमने यीशु मसीह को जानकर स्वीकार किया तभी प्रभु हमें अंधकार से ज्योति में लेके आया। ഹല്ലേലൂയ. हालेलुया। നമ്മൾ വന്നതല്ല, നമ്മുടെ ദൈവമായി പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത്. हम खुद होके नहीं आए, लेकिन प्रभु ने हमें आकर्षित किया। ഇപ്പോൾ നമ്മൾ ഈ പ്രകാശത്തിനകത്തായിരിക്കുന്നത്. अभी हम ज्योति में हैं। ഈ
അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലോട്ട് കൊണ്ടുവന്നപ്പോ जब ये अंधकार से प्रभु अपनी ज्योति में लेके आया, പല പദവികൾ ദൈവം നമുക്ക് നൽകി. परमेश्वर ने हमें कई पदवी दिया. ഹല്ലേലൂയ. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് നമ്മള്. हम चुने हुए एक वंश है. നമ്മുടെ ദേശത്തേക്ക് നോക്കിയാൽ നമ്മളെക്കാളും അധികം ആളുകൾ ഇപ്പോഴും അന്ധകാരത്തിലാ. आज हम चारों ओर देखते समय हमसे बहुत सारे लोग आज भी अंधेरे में हैं. പക്ഷേ അവരുടെ കൂട്ടത്തിൽ നിന്നാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. उनके बीच में से प्रभु ने हमें चुन लिया है. തിരഞ്ഞെടുത്ത ഒരു ജാതിയാക്കി ദൈവം മാറ്റി. उसने हमें एक वंश करके ठहराया. ഹല്ലേലൂയ. രാജകീയ പുരോഹിത വർഗ്ഗമാക്കി നമ്മളെ മാറ്റി. राजपंडारी याजकों का समाज बनाया. പണ്ട് നമ്മൾ അന്ധകാരത്തിന്റെ അടിമകളായിരുന്നു. पहले हम अंधकार में थे. പണ്ട് നമ്മൾ സാത്താൻ അടിമകളായിരുന്നു. पहले हम शैतान के अधीन थे. പണ്ട് നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു. पहले हम पाप के अधीन थे. അപ്പൊ ഈ അന്ധകാര ശക്തികളായിരുന്നു നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. तभी अंधकार का ताकत हमें चलाता था. പക്ഷേ ആ അടിമ മുഖത്തിൽ നിന്ന് ദൈവം നമ്മളെ പുറപ്പെടുവിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരുവാനാണ് ഇടയായി തീർന്നു. लेकिन उस गुलामी से प्रभु ने हमें छुड़ाकर अपने चरणों में लेके आया. ഇപ്പൊ നമ്മൾ അത്ഭുത പ്രകാശത്തിലായിരിക്കുന്നത്. अभी हम परमेश्वर की अद्भुत ज्योति में हैं. രണ്ടാമത്തെ ഭാഗം നമ്മളെ രാജകീയ പുരോഹിത വർഗ്ഗമാക്കി മാറ്റി. राजपंडारी याजकों का समाज बनाया. അപ്പൊ നമ്മൾ രാജകീയ പദവിയിലാണെങ്കിൽ ദൈവം നമുക്ക് അധികാരം നൽകി തരുന്നു. हमें राज्य की पदवी देकर अधिकार दिया है. പണ്ട് നമ്മൾ പാപത്തിനും ശത്രുവിനും അടിമകളായിരുന്നു. पहले पाप के और शैतान के अधीन थे. ഇന്ന് ആ പാപത്തിനും പൈശാചിക മണ്ഡലത്തോട് പോരാടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. आज उस पाप के साथ लड़ने के लिए प्रभु ने अधिकार दिया है. ഇന്ന് നമ്മൾ ശത്രുവിന് അടിമകളല്ല. आज हम शैतान के अधीन नहीं है. ശത്രു പറയുന്നത് പോലല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. जैसे शैतान बोलता है वैसे हम नहीं चलना है. ഇന്ന് നമ്മൾ ക്രിസ്തുവില. आज हम मसीह में हैं. നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. हमें प्रभु ने अधिकार दिया है. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ ശത്രു ഓടിപ്പോകാനിടയായി തീരും. चलो हम जैसे आज्ञा देंगे वैसे शैतान भाग जाएगा. ഇന്ന് ശത്രുവിന് അടിമകളല്ല നമ്മള്. आज हम शैतान के अधीन नहीं है. നമ്മൾ അടിമകളാ സാത്താന്. शैतान को प्रभु ने हमें अधीन कर दिया है. എത്രപേർക്ക് വിശ്വാസമുണ്ട്? कितने लोग विश्वास करते हैं? നമ്മൾ പറയുന്നത് പോലെ ശത്രു അനുസരിക്കും. हम जैसे बोलेंगे वैसे हालिया हर एक बात होएगा. ശത്രുവിന്റെ അടിമകളല്ല നമ്മള്. हम शैतान के अधीन नहीं है. അന്ധകാരത്തിൽ നിന്ന് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് अंधकार से अपने अद्भुत ज्योति में लाकर രാജകീയ പുരോഹിത വർഗ്ഗമാക്കി മാറ്റി. परमेश्वर ने हमें राजपंडारी याजकों का समाज बनाया. ഇന്ന് നമ്മുടെ നാവിൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. आज हमारे जीव पे प्रभु ने अधिकार दिया है. ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ നോക്കിയിട്ട്, जिंदगी में होते प्रश्नों को देखकर, ജീവിതത്തിലുള്ള പ്രതികൂലങ്ങളെ നോക്കിയിട്ട്, गिरावटों को देखकर, സാത്താൻ കൊണ്ടുവരുന്ന ഓരോ പ്രതികൂലങ്ങളെ കണ്ടിട്ട് शैतान लाते हुए परिस्थितियों को देखकर ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം അന്ധകാരത്തിൽ നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത്. डर कर रोते बैठने के लिए प्रभु ने हमें नहीं बुलाया. ദൈവം തന്ന അധികാരത്തോടെ കൊണ്ടുവരുന്ന പ്രതികാരത്തോട് നമ്മളെ വിട്ട് മാറിപ്പോകുവാൻ നമ്മൾ കൽപ്പിക്കണം. प्रभु ने दिए हुए अधिकार में हालेलुया उन सब अंधकार की ताकतों को हालेलुया डांट के भगा देना है. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ആ അധികാരം എന്റെ മേലുണ്ട്? कितने लोग विश्वास करते हैं अधिकार प्रभु ने मुझे दिया है. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. यहाँ पर उठा के प्रभु को धन्यवाद करेंगे. വിശുദ്ധവംശം സ്വന്തം ജനമാക്കി മാറ്റി. पवित्र लोगों और उसके निज प्रजा ठहराया. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ എവിടെയായിരിക്കുന്നത്? अभी हम किधर है? ഇപ്പൊ നമ്മൾ വെളിച്ചത്തിലായിരിക്കുന്നത്. अभी हम ज्योति में. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. उत्पत्ति किताब में हम देखते हैं വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. कि प्रभु ने बोला हाल उजाला हो. അപ്പോൾ വെളിച്ചമുണ്ടായി. उजाला हो गया. നാലാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. पहला अध्याय उसके चौथे आयत में വെളിച്ചം देखते हैं. നല്ലതെന്ന് ദൈവം കണ്ടു. प्रभु ने देखा ज्योति अच्छा है. ദൈവം ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു. परमेश्वर ने उजाले और अंधकार को अलग किया. വെളിച്ചത്തെ നോക്കിയിട്ട് ദൈവം പറയുകയാ, हालेलुया उजाले को देख के प्रभु कहता है ഇത് നല്ലതാ. ये अच्छा है. അന്ധകാരം അതിന് മുമ്പേ ഉണ്ട്. उसके पहले अंधकार है. അന്ധകാരത്തെ നോക്കിയിട്ട് ദൈവം നല്ലതാണെന്ന് പറഞ്ഞു. अंधकार को देख के प्रभु ने अच्छा बोला क्या? വെളിച്ചത്തെ നോക്കിയിട്ട് പറയും ഇത് നല്ലതാ. वो ज्योति को देख के बोलते हैं अच्छा. നല്ലതാന്ന് പറഞ്ഞിട്ട് ഒരു അതിരിട്ട് हालेलुया अच्छा है बोलकर एक हालेलुया सीमा डालकर അന്ധകാരത്തെ വെളിച്ചത്തെ തമ്മിലൊന്ന് വേർതിരിച്ച്. अंधकार और ज्योति को अलग किया. ഹല്ലേലൂയ. പണ്ട് നമ്മൾ അന്ധകാരത്തിലായിരുന്നു. पहले हम अंधकार में थे. ഇപ്പൊ നമ്മൾ വെളിച്ചത്തിലാ. अभी हम ज्योति में. ഇപ്പൊ നമുക്ക് ഇടയിൽ ഒരു വേർപാടുണ്ട്. अभी हमारे बीच में एक अलगाव है. ഇപ്പൊ ഒരു അതിര് ദൈവം ഇട്ടിട്ടുണ്ട്. एक सीमा है. ഈ അതിര് വിട്ട് നമ്മൾ അപ്പുറത്തോട്ട് പോകരുത്. सीमा छोड़ के उधर नहीं जाना. ഇപ്പൊ നമ്മൾ പ്രകാശത്തിലായിരിക്കുന്നത്. अभी हम ज्योति में हैं. ഇപ്പൊ നമ്മൾ വെളിച്ചത്തിലായിരിക്കുന്നത്. अभी हम ज्योति में हैं. ഇരുട്ടിന്റെ ഒരു പ്രവൃത്തികൾ നമ്മൾ ചെയ്യാനിടയാകരുത്. अंधकार के कोई काम हम ना करें. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ പറ്റി യോഹന്നാൻ പറയുന്നത് പ്രകാരമാണ്. यीशु मसीह के बारे में यूहन्ना ने ऐसा कहा. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു. यूहन्ना 1:5 में देखते हैं. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. हर एक मनुष्य को प्रकाशित करने वाला ज्योति जगत में आ रहा था. എല്ലാവരും കൂടെ ശ്രദ്ധിച്ചാട്ടെ. सब लोग इधर ध्यान दें. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. प्रत्येक व्यक्ति को हालेलुया मसीह में हालेलुया प्रकाशित करने वाला ज्योति. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നുണ്ട്. यूहन्ना 1:1 में हम देखते हैं. ആദിയിൽ
വചനമുണ്ടായിരുന്നു. आदि में वचन था, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. वचन परमेश्वर के साथ, വചനം ദൈവമായിരുന്നു. वचन परमेश्वर था. ഹല്ലേലൂയ. हालेलुया. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, आगे देखते हैं, വചനം ജഡമായി തീർന്നു, वचन देहधारी हुआ. കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. वो हालेलुया, ये हालेलुया कृपा और हालेलुया इस करुणा से भर के हमारे बीच में. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. आदि में वचन था, वचन परमेश्वर के साथ था, वचन परमेश्वर था. നമ്മൾ ആദ്യം കേട്ട വചനം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യം വെച്ച് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു നമ്മൾ കേട്ടത്. पहले हमने सुना हर एक व्यक्ति को प्रकाशित करते हुए हालेलुया प्रभु का वचन दुनिया में आ रहा था. അപ്പൊ ഈ ലോകത്തിന്റെ ഉൽപ്പത്തി മുതലേ ഈ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. दुनिया की उत्पत्ति के समय से हालेलुया ज्योति आ रहा था. പല പ്രവാചകന്മാരിൽ കൂടി ഈ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. पहले नबियों के द्वारा प्रभु का वचन इधर आ रहा था. ദൈവ ദൂതന്മാർ ഈ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. पहले प्रभु के दूत लोग हालेलुया वचन हालेलुया दुनिया में दे रहे हैं. അവസാനം ഈ വചനം കൃപയും സത്യവും ഹല്ലേലൂയ നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് തിരുവചനം നമ്മൾ കാണുന്നു. ये वचन हालेलुया कृपा और सच्चाई से भरकर हमारे बीच में रहा. അവനാണ് ക്രിസ്തു, നാം ആരാധിക്കുന്ന ദൈവം. वो ये मसीह हमारा आराधना करते परमेश्वर. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ക്രിസ്തുയേശുവിലാ. अभी मसीह यीशु में है. ഹല്ലേലൂയ. നമ്മൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച രക്ഷിക്കപ്പെട്ട കൂട്ടമാണ് നമ്മള്. हमने प्रभु यीशु मसीह को अपना उद्धारकर्ता स्वीकार करके हालेलुया आगे बढ़े हुए लोग हैं. അന്ധകാരത്തിൽ നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. हमको अंधकार से अद्भुत ज्योति में लेके आया. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ വെളിച്ചത്തിന്റെ പ്രവർത്തികൾ മാത്രമേ ചെയ്യാവൂ. हम केवल ज्योति के काम करें. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. फिलिप्पियों 2:15 में हम देखते हैं. ഒന്ന് വായിച്ചാട്ടെ. ताकि तुम निर्दोष और भोले होकर हाँ। मेरे और फुटीले लोगों के हाँ। बीच परमेश्वर के निष्कलंक संतान बने रहो, हाँ। जिनके बीच में हाँ। जीवन का वचन लिए हुए जगत में हाँ। जलते दीपकों के समान हाँ। दिखाई देते हो. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 14-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ये टेढ़ी जाति के बीच में നിങ്ങൾ അനന്യരും പരമാർത്ഥികളും तुम हालेलुया अन्य और हालेलुया सच्चे हो. ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് परमेश्वर के निष्कलंक संतान बनने के लिए എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. हालेलुया सब चीजें हालेलुया बिगड़ को उड़ाते हुए खुशी से करो. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് उनके पीछे तो प्रभु के वचन का पालन करते हो. ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. तुम दुनिया में ज्योति के समान चमको. നമ്മൾ പാർക്കുന്ന ഈ തലമുറ എന്ന് പറയുന്ന വക്രതയും കോട്ടവുമുള്ള തലമുറ എന്ന പൗലോസ് अब പറയുന്നത്. रहते में हालेलुया ये पीढ़ी जो है अंत का हालेलुया वो टेढ़ा जाती है. വക്രതയും കോട്ടെന്ന് പറഞ്ഞാൽ വളഞ്ഞും പുളഞ്ഞും പോകുന്ന തലമുറ, और टेढ़ा मेढ़ा चलने वाले लोग നേരെയല്ല യാത്ര ചെയ്യുന്നത്. जीवन सीधा नहीं है. ഇതിന്റെ മൂലപദം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറഞ്ഞത് സ്കോലിയാസിസ് എന്ന് പറഞ്ഞ മൂലപദമ ഈ വക്രതയുള്ള തലമുറ എന്ന് പറയുന്നത്. टेढ़ी जाति का हालेलुया मूल जो वचन है वो स्टोरियासिस है. ഹല്ലേലൂയ. മൂലപദത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുമ്പോ കഴിയാലും ശുദ്ധി വരാത്ത അവസ്ഥ. हालेलुया उसका मतलब है कितना भी साफ करो साफ नहीं होता. ഹല്ലേലൂയ. കുരുക്കിൽപ്പെട്ടിരിക്കുന്ന കുരുക്കുകൾ അഴിച്ചാലും കുരുക്കിൽ നിന്ന് വെളിയിൽ വരാത്ത അവസ്ഥ. उलझन से कितना भी बाहर निकालने के लिए कोशिश करो बाहर नहीं निकलता. അന്ന് ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞായിരുന്നു. उस दिन मैंने एक उदाहरण भी कहा था. വയറ് വിശന്ന് എന്നിട്ട് ഒരു സമോസ മേടിച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞപ്പോ हालेलुया भूख लगा एक समोसा लेके हाथ में रखा. എങ്ങനെയോ ഈ സമോസ കൈതട്ടി ഓടയിൽ വീഴുവാനിടയായി തീർന്നു. हालेलुया समोसा गलती से हालेलुया गटर में गिर गया. ഹല്ലേലൂയ. ഈ ഓടയിൽ വീണ സമോസ എന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചതാണ്. बच्चे लोग इधर ध्यान दे. കാര്യം പറയാനല്ല ഇവിടെ ഇരിക്കുന്നത്, हम यहाँ पे बात ना करें. ഭയഭക്തിയോടിരിക്കുന്ന ദൈവസന്നിധിയിൽ. और प्रभु के चरणों में डरते हुए बैठे. ഹല്ലേലൂയ. ഓടയിൽ വീണ സമോസ കഴുകിയെടുക്കാൻ കഴിയത്തില്ല. हालेलुया गटर में गिरा हुआ समोसा धो के नहीं ले सकते. അത് കഴുകി നമുക്ക് ഭക്ഷിക്കാൻ പറ്റത്തില്ല. धो के खा नहीं सकते हैं. അതുപോലെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് वैसे आज का टेढ़ी जाती है. കുരുക്കിൽ വീണ തലമുറ, वो टेढ़ी जाती है ഏതെങ്കിലും പ്രേമ ബന്ധത്തിൽ വീണ തലമുറ, जो हालेलुया प्रेम संबंधों में गिरता है. ഏതെങ്കിലും വ്യഭിചാര ബന്ധത്തിൽ വീണ തലമുറ, वे विचार करने वाले लोग. മയക്കുമരുന്നിന്റെയും മദ്യപാനത്തിന്റെയും പിടിയിൽപ്പെട്ട തലമുറ, हालेलुया जो लोग हालेलुया ये हालेलुया कई प्रकार के नशे के अधीन है. അതിൽ നിന്ന് ഊരി പോരാൻ പറ്റാത്ത തലമുറ. उसमें से जो बाहर नहीं निकल सकते. ദൈവസഭയിൽ ഈ തലമുറ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ अगर ये लोग हालेलुया कलीसिया में वचन सुनते हैं तो എങ്ങനെയൊക്കെ കഴുകിയാലും ശുദ്ധി വരാത്ത അവസ്ഥ നിനക്കുണ്ടെങ്കിൽ, यानी कितना भी धोने के बाद तो पवित्र नहीं होता है. എവിടെയൊക്കെ പോയി ഊരി വരാൻ കഴിയാത്ത കുരുക്കിൽ അകപ്പെട്ട തലമുറ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ कहीं पे भी जाके अटका हुआ उस प्रभु का वचन सुनता है तो മാനസാന്തരപ്പെടുവാൻ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുക. प्रभु का आत्मा तुझे मन फिराने के लिए ये हालेलुया सलाह देता है. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. उद्धार भाग्य बपतिस्मा लेकर आगे बढ़ने वालों का झुंड है. हालेलुया ये हालेलुया
लिया पवित्र लोग। ഇതിനകത്ത് വക്രതയും കോട്ടവുമുള്ള തലമുറ ഇതിനകത്തില്ല. इसके अंदर टेढ़ी जाति नहीं है। പാപം ചെയ്യുന്ന വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നവര് വിശ്വാസത്തിൽ ദൈവസഭയ്ക്കകത്തില്ല. बार-बार पाप में फंसने वाले लोग हैं जो प्रभु की कलीसिया में नहीं रहते। പാപത്തെ വിട്ടുകളഞ്ഞ് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവരാ ദൈവസഭയ്ക്കകത്തുള്ളത്. पाप छोड़ के जो पवित्र जीवन बिताते हैं उन लोग कलीसिया के भागी होते हैं। അങ്ങനെയുള്ളവരോട് പൗലോസ് പറയുകയാ, ऐसे लोगों से पौलुस कहता है അവരിൽ നിന്ന് വിട്ടുമാറിയിട്ട് നീ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. उनके बीच में से बाहर निकाल कर तुम मालिक ज्योति के संतान बनो। നക്ഷത്രത്തെ പോലെ പ്രകാശിക്കാനാ ദൈവം വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. तारों के समान चमकने के लिए प्रभु ने आपको बुलाया है। വീണ്ടും നമ്മൾ ഇരുളിന്റെ പ്രവൃത്തിയിലേക്ക് പോകരുത്. और बसंतकार के काम में मत जाए। റോമാലേഖനത്തിൽ ഒരു വലിയ താക്കീത് കൂടെ പൗലോസ് തരുന്നുണ്ട്. रोमियो के पत्र में से लिखता है। റോമാലേഖനം 13-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യം വായിച്ചു. रोमियो 13 अध्याय उसका 12 वचन से आगे। हालेलुया. रात बहुत बीत गई है और दिन निकलने पर है, इसलिए हम अंधकार के कामों को त्याग कर ज्योति के हथियार बांध ले। जैसे दिन को शोभा देता है वैसे ही हम सीधी चाल चले, ना कि लीला क्रीड़ा और पियक्कड़पन में, न व्यभिचार, न लुचपन में, न झगड़े और न डाह में। Praise the Lord. Hallelujah. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. रात बहुत बीत गई है, दिन निकलने पर है। രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. रात बहुत बीत गई, दिन निकलने पर। Hallelujah. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ इसलिए हम अंधकार के कामों को छोड़कर വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ज्योति के हथियार बांध लें। പകൽ സമയത്തെന്ന പോലെ दिन के समान നാം മര്യാദയായി നടക്കുക. अगर हम ठीक चाल चले, മര്യാദയ്ക്ക് നടക്കുക ठीक चाल എന്ന് चलना है। ഹാലലിയ ഒരു വലിയ ആജ്ഞ ശാസനയായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ये आत्मिक सलाह देता है। പകൽ എന്നതുപോലെ हालेलुया, जीवन हालेलुया जैसा दिन है, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ उद्धार पाके बपतिस्मा ले लो। മര്യാദയ്ക്ക് നടക്കാൻ പൗലോസ് जैसे പറയുകയാണ്. दिन को सोता है वैसे जीवन बिताए। പേർക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ना कि लीला क्रीड़ा में, ना पिए ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, ना दुष्कामना में, ना दुनिया की इच्छाओं में, പിണക്കത്തിലും അസൂയയിലുമല്ല, झगड़े में और डाल में नहीं। കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവേ. यीशु मसीह को धारण कर लो। മോഹങ്ങൾ ജനിക്കുമാറും ജഡത്തിനായി ചിന്തിക്കരുത്. हालेलुया, ये सलिया बुरा हालेलुया लालसा उत्पन्न होने के लिए शरीर की इच्छा को ऊपर ना लगो। ഹാലലിയ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതെ നോക്കുക. तेरे अंदर होते हुए ज्योति अंधकार ना होने को संभाले। ഇരുട്ടിൽ നിന്ന് ആ വെളിച്ചത്തിലേക്ക് ദൈവം നമ്മളെ अंधकार से प्रभु ने ज्योति बुलाया। അന്ധകാര പൈശാചിക മണ്ഡലങ്ങളുടെ അടിമുഖമായിരുന്നു. और अंधकार शैतान का अधीनता था, അത് നരകത്തിലേക്കുള്ള വഴിയായിരുന്നു. नरक की ओर होते हुए रास्ता था। ഇരുട്ടിനകത്ത് എങ്ങോട്ടാ പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. किधर जा रहे हैं उसको मालूम नहीं था। പാപം എന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നുള്ളതാ. पाप का मतलब हालेलुया उद्देश्य चूक जाना। ക്രിസ്തുവിനല്ലായിരുന്ന കാലഘട്ടത്തിൽ എങ്ങോട്ടാ പോകുന്നത് എന്ന് അറിയാൻ വയ്യാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന അനുഭവമായിരുന്നു നമുക്ക്. अरे अंधकार में हम कहाँ जा रहे हैं आपको मालूम नहीं था। എന്നാൽ ആ നരകത്തിലേക്കുള്ള നാശത്തിലേക്കുള്ള വഴിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള നിത്യജീവന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ കർത്താവ് നമ്മളോട് കാണിച്ച കൃപയാ. लेकिन उस रास्ते से प्रभु हमें हालेलुया छुड़ा के लेके आया। ഇന്ന് പകലിൽ ആ തന്ന പദവി നമ്മൾ നഷ്ടമാക്കരുത്. आज मिला हुआ पदवी को नष्ट न करें। പകൽ എന്നതുപോലെ ദൈവജനം മര്യാദയ്ക്ക് നടക്കുക. जैसे दिन को सोता है वैसे जीवन എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. आंखों को बंद करें। ഹല്ലേലൂയ. തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കാൻ പോകുകയാണ്. इसकी सेवकाई को जा रहे हैं। ഇന്ന് പകലിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. आज अपने आप को जरा परखें। നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ हमारे दिलों में दोषी नहीं ठहरा। നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടെന്ന് യോഹന്നാൻ പറയുന്നു. हमसे कहता है कि परमेश्वर के साथ याद നമ്മുടെ है। ഹൃദയം നമ്മളെ കുറ്റം വധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ यदि हमारे दिलों में दोषी नहीं ठहरा, നമുക്ക് ഈ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകും പ്രാഗൽഭ്യമുണ്ട്. हम इस मेज में सहभागी हो सकते हैं। നമ്മുടെ രഹസ്യ പാപങ്ങൾ മറ്റുള്ളവർ കണ്ടിട്ടില്ലായിരിക്കാം. आपके गुप्त पाप किसी को मालूम नहीं होगा, പക്ഷെ കാണുന്ന ഒരു മനസാക്ഷി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. लेकिन ये सब जानने वाला आपका दिल आपको दोषी ठहराता है। ആരെയും കാണാതെ രഹസ്യത്തിൽ നീ ചെയ്യുന്ന പാപം നിന്റെ മനസാക്ഷി കൊണ്ടുകൊണ്ടിരിക്കുക. अरे कोई भी नहीं देखते तू करते हुए पाप, अरे तेरा दिल तेरे दोषी ठहराता है। ആരെയും കാണാതെ നിന്റെ മനസ്സിലുണ്ടാകുന്ന വൈരാഗ്യങ്ങളും പിണക്കങ്ങളും നിന്റെ മനസാക്ഷി കണ്ടുകൊണ്ടിരിക്കുക. तू किसी के बारे में जो दिल में गुस्सा रखता है, तेरा मन हाल तुझे दोषी ठहराता है। എങ്ങനെങ്കിലും അവസരം കിട്ടിയാൽ മറ്റവരിട്ട് ഒന്ന് കൊടുക്കണമെന്നുള്ള വൈരാഗ്യ ബുദ്ധി നിന്റെ മനസാക്ഷി കൊണ്ടുകൊണ്ടിരിക്കുക. यदि अवसर मिला तो दूसरे को हाल दिया या तकलीफ देने के लिए तू सोचता है। ഇന്ന് പകലിൽ ദൈവവചനം ഇപ്രകാരം പറയുന്നത്, बच्चन ऐसे कहता है, നിന്റെ ഹൃദയം നിന്നെ കുറ്റം വിധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ यदि तेरा दिल तुझे दोषी नहीं ഈ ठहराता, തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകും പ്രാഗൽഭ്യമുണ്ട്. मेज में तू सहभागी हो सकता നിന്റെ കുറ്റം നിന്റെ മനസാക്ഷി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ है। यदि तेरा दिल तुझे दोषी ठहराता है, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം സ്ഥിരമായ ഒരു തീരുമാനമെടുത്തതിന് ശേഷം വേണം തിരുമേശയിലുള്ള तो ഭാഗവാക്കാകുക. बोलोगे छोड़ने के बाद इस मेज में सहभागी हो। ആ ക്രൂശിലെ മരണത്താല് നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായി മാറിയത്. तो क्रूस की मृत्यु के द्वारा यीशु ने हमें ज्योति ഇത് मिला। നമ്മൾ അന്ധകാരത്തിന്റെ മക്കളല്ല. इसके आगे हम अंधकार की संतान ഇത് हैं। നമ്മൾ പിശാചിന്റെ അടിമമുഖത്തിലല്ല. शैतान के अधीन नहीं है, ഇത് നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാ. हम ज्योति की संतान ഇത് हैं। നമ്മൾ ക്രിസ്തുവിന്റെ
ക്രിസ്തുവിന്റെ മക്കളാ. मसीह के संतान हैं। പാപം നമ്മളിൽ കർത്തൃത്വം നടത്താൻ ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. आप हमारे ऊपर प्रभुता करने के लिए अवसर ना दे। വിശുദ്ധിയിലും വേർപാടിലും ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തിട്ട് വേണം തീരുമാനം ചെയ്യുന്ന ഭാഗ്യവാന്മാർ. ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് കാൽവരിയിൽ സഹിച്ച കഷ്ടത അല്പനിമിഷം ഓർത്താതെ ये ज्योति मिलाने के लिए यीशु ने हमारे साथ कष्टों को याद നമുക്ക് किया। വേണ്ടി അവന്റെ ശരീരം മുഴുവനും തകർക്കുവാനിടയായി. हमारे उसका शरीर तोड़ा गया। സകല പാപവും പോക്കി ശുദ്ധീകരിക്കുവാൻ അവൻ അവസാനം തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തരുവാനിടയായി. हमें को विशुद्ध करने के लिए अपना आखिरी നമ്മൾ बूंद രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്ത കുറ്റങ്ങളുടെ ഹല്ലേലൂയ നിന്ന് അവൻ പരസ്യമായി സഹിക്കുവാനിടയായി തീർന്നു. अपने गुप्त में और प्रकट में किया पापों के लिए यीशु ने ताड़ना सहा। ആ കാൽവരിയിലെ സ്നേഹം ഓർത്ത് वो कालवरी के प्रेम को स्मरण പാപത്തിൽ നമ്മളെ കഴുകി ശുദ്ധീകരിക്കുവാൻ കാൽവരിയാഗമായി തീർന്ന ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് वो कालवरी सलीब में हमारे बलिदान हुए यीशु को രഹസ്യമായി പരസ്യമായി ഞാൻ ചെയ്ത പാപങ്ങൾ ഇനി ഒരിക്കലും ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്താൽ गुप्त में और प्रकट में मैंने किया पाप वापस नहीं करूंगा निश्चय करते हुए ക്രൂശിൽ കൂടിയുള്ള സകല അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ क्रूस के द्वारा होते हुए सारे आशीष हमारे जीवन में आने के लिए വിശുദ്ധിയോടെ ഭാഗവാക്കാവാൻ ഓരോരുത്തരെയും കർത്താവ് पवित्रता സഹായിക്കട്ടെ. के साथ आगे बढ़ने की प्रभु मदद करे। കണ്ണുകളടയ്ക്കാൻ आंखों को बंद करें, പരിശുദ്ധ प्रार्थना പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. വെളിച്ചത്തിന്റെ മക്കളായി കർത്താവേ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിലും വേർപാടിലും ഇതിന്റെ ഭാഗമാകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. വളരെ വിശുദ്ധിയോടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ വിശുദ്ധനെ ബലപ്പെടുത്തുമാറാകണമേ. കൃപ കൂടിയിരിക്കണം. കേൾപ്പിച്ച വചനത്തിനും വാടികളെ തന്നെ സമർപ്പിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഏവർക്ക് അനുഗ്രഹമായി തീരട്ടെ. കേട്ട ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ